ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി എത്ര നരച്ച മുടിയാണെങ്കിൽ പോലും കട്ട കറുപ്പാക്കാം. വെറും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് കട്ട കറുപ്പാക്കിയെടുക്കാം. ഈ ഒരു സൂത്രങ്ങൾ മാത്രം മതി. നമ്മുടെ അടുക്കളയിലുള്ള ഈ സൂത്രങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മുടി പെട്ടെന്ന് തന്നെ കറുപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. എല്ലാവർക്കും, വീട്ടമ്മമാർക്കും, കുട്ടികൾക്കും, മുതിർന്നവർക്കും, പ്രായമുള്ളവർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പം ഞാൻ ഈ ടിപ്പ് കാണിക്കുന്നത് എൻ്റെ കുട്ടിയുടെ മുടിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക. അതുപോലെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, നമ്മൾ വെള്ളമുണ്ട്, വെള്ള ഷർട്ട്, അതുപോലെ തോർത്തുകൾ ഒക്കെ ഒരുപാട് അഴുക്കും ചെളിയും ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കിടുക്കാച്ചൊരു സൂത്രമാണ്. അതിനായിട്ട് നമുക്ക് ബ്ലീച്ച് വാട്ടർ വേണ്ട, ക്ലോറിൻ വേണ്ട, ഇങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് ഈ ഒരു സോപ്പ് മാത്രം മതി. എത്ര അഴുക്ക് പിടിച്ച വെള്ളമുണ്ടാണെങ്കിലും നല്ലപോലെ വളവളാന്ന് വെട്ടിത്തിളങ്ങും. അതിനായിട്ട് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഡിഷ് വാഷ് ഉണ്ടല്ലോ, അത് മാത്രം മതി. പാത്രം എന്തോരം വെളുപ്പിക്കുന്ന അതനുസരിച്ച് അതുപോലെ തന്നെ നമ്മുടെ വെള്ളമുണ്ടുകളും തുണികളും കറ പിടിച്ച ചെളി പിടിച്ച എല്ലാം അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങി കിട്ടും. അപ്പോൾ ഡിഷ് വാഷ് കൊണ്ടൊന്ന് കഴുകി നോക്കൂ, വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ എന്നും ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ നമ്മുടെ ഗ്യാസ് അടുപ്പ്. അപ്പോൾ ഗ്യാസ് അടുപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന തോറും ഇതുപോലെ ചള്ളായിട്ട് അടുക്കായിട്ട് കിടക്കും അല്ലേ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നല്ലപോലെ തിളങ്ങി കിടക്കും. പെട്ടെന്ന് കറയോ അതുപോലെ തുരുമ്പ് പോലെയൊക്കെ പിടിക്കുന്ന വെള്ളമൊക്കെ തിളച്ചൊക്കെ ചാടുമ്പോൾ, കഞ്ഞിയുടെ വെള്ളമൊക്കെ തിളച്ചാടുമ്പോൾ തുരുമ്പൊക്കെ എടുക്കാൻ സാധ്യത കൂടുതലാണ്. അതൊക്കെ പോകാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ. അതിനായിട്ട് ഞാൻ കുറച്ച് ഡിഷ് വാഷ് തന്നെയാണ് ഒരു പ്ലേറ്റിൽ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു നാരങ്ങ നീരും കൂടെ കുറച്ച് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ആ തൊണ്ട് കൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടോ. ഇത് നമ്മൾ ഫുഡ് ഉണ്ടാക്കേണ്ട എല്ലാ ഇതെല്ലാം കിടപ്പുണ്ട്. അതിൽ കറയും അതുപോലെ തന്നെ കറി വെക്കുന്ന എല്ലാം വീണ് കിടപ്പ്. നല്ല കറയൊക്കെ നമ്മുടെ ഇത് പിടിച്ചാൽ എത്ര പുതിയ ഗ്യാസ് അടുപ്പാണെങ്കിലും പഴയതുപോലെ പെട്ടെന്നാകും. പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഇതൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിലും പെട്ടെന്ന് തന്നെ നല്ലപോലെ വെട്ടിത്തിളങ്ങാനും പുതുപുത്തനായി മാറാനും സഹായിക്കുന്നതാണ്. അപ്പം ഞാൻ ഇതുകൊണ്ട് നാരങ്ങത്തൊണ്ട് കൊണ്ട് മാത്രമാണ് ഇതൊന്നിങ്ങനെ തൂത്ത് കൊടുക്കുന്നത്. ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് അതുപോലെ നമ്മൾ ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെട്ടിത്തിളങ്ങി കിട്ടും. തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതാണ്, കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നതാണ്. ഗ്യാസ് ലാഭിക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ ഈ ബർണർ ഉണ്ടല്ലോ, ഒന്ന് ഊരിയെടുത്തതിന് ശേഷം അതിനകത്ത് പൊടിയൊക്കെ കയറിയിരിപ്പുണ്ടായിരിക്കും. അതെല്ലാം ഇതുപോലെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് അതിൻ്റെ തിട്ട് വെച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ബർണറും ഒക്കെ നല്ല ക്ലീൻ ആകും. നല്ലപോലെ ഗ്യാസ് അടുപ്പ് കത്തുകയും ചെയ്യും. നമുക്ക് ഗ്യാസ് ലാഭിക്കാനും പറ്റും. അതുപോലെ തന്നെ ആ സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ ടൈലുകളും നമുക്കൊന്ന് തുടച്ചെടുക്കുകയാണ്. ടൈലിൽ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോകുന്നു, നല്ല വെട്ടിത്തിളങ്ങി ഇതുപോലെ കിടക്കുന്നതുമാണ്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ രാത്രിയിൽ പാത്രങ്ങളൊക്കെ ചിലർ കഴുകാതെ തന്നെ ഇടുമല്ലോ. അപ്പോൾ പല്ലി പാറ്റ ഒക്കെ അതിലൊക്കെ കയറി ഇറങ്ങി നമ്മുടെ സിങ്കൊക്കെ നശിപ്പിക്കും. അപ്പം നമ്മൾ രാത്രിയിൽ ഈ സിങ്ക് നല്ലപോലെ കഴുകിയിട്ടതിന് ശേഷം അതിലേക്ക് 2 നാരങ്ങത്തൊണ്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നാരങ്ങത്തൊണ്ട് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് പല്ലി പാറ്റ ഒന്നും രാത്രിയിലൊന്നും കയറത്തുമില്ല. നമ്മുടെ സിങ്കൊന്നും ചള്ളാക്കി ഇടത്തുമില്ല. നല്ല ക്ലീനായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ നല്ലപോലെ നല്ല സ്മെല്ലോട് കൂടി തന്നെ ഇരിക്കും. ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാകത്തില്ല. അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ ബ്ലാങ്കറ്റൊക്കെ എടുത്താൽ പൊക്കാത്ത ബ്ലാങ്കറ്റുകൾ കാണും. ചില ബ്ലാങ്കറ്റൊക്കെ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രം ഇച്ചിരി പഴകിയ ബ്ലാങ്കറ്റ് ആണെപ്പോഴും ഒന്ന് കഴുകി എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യേണ്ട ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഏത് സോപ്പ് പൊടിയാണോ അല്ലെങ്കിൽ സോപ്പ് ലിക്വിഡാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചതിന് ശേഷം ഒന്ന് അലക്കിയെടുക്കുക. ഈ അലക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ 2 തുള്ളി ഉജാലയും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് അലക്കി നോക്കൂ. എത്ര പഴയ ബ്ലാങ്കറ്റ് ആണെങ്കിലും നല്ല പുതുപുത്തനായി മാറുന്നതാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടും. ചെളി എല്ലാം പോവുകയും ചെയ്യും, നല്ല വെളുവെളുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ്. ഇപ്പോഴുണ്ടാകുന്ന നര, ഈ മുടി എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ നരയ്ക്കുന്ന മുടി, ചിലർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലെങ്കിലും ചിലർക്കൊക്കെ മുടി നരയ്ക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ നര മാറ്റം വെറും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ നരച്ച മുടി കട്ട കറുപ്പാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. കരിഞ്ജീരകത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. നമ്മുടെ മുടി നല്ല കട്ട കറുപ്പാകാനൊക്കെ സഹായിക്കുന്നതാണ് കരിഞ്ജീരകം. അതുപോലെ തന്നെ 2 ഇതൾ കറിവേപ്പിലയും അടിപൊളിയാണ്. നമ്മുടെ മുടി ആർത്തി കേൾക്കാനും അതുപോലെ മുടി പൊഴിച്ചിൽ മാറാനും താരം മാറാനും സഹായിക്കുന്ന കറിവേപ്പില നല്ലപോലെ മുടി കട്ടക്കറുപ്പാക്കാനും സഹായിക്കുന്നതാണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് നമ്മുടെ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയും വളരെ നല്ലതാണ് മുടിക്കല്ലേ. അതുപോലെ തന്നെ 2 ടീസ്പൂൺ
തേയിലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ തേയിലപ്പൊടി നമ്മുടെ മുടിക്ക് നല്ല കളർ നൽകാൻ, ബ്ലാക്ക് കളറിൽ നൽകാൻ വേണ്ടി സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും സാധനം കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചിട്ട് ആദ്യമേ ഫ്ലെയിം കൂട്ടിയിട്ടും തിളപ്പിക്കുക, പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ സത്ത് കരിജീരകം, ഉലുവ, അതുപോലെ തന്നെ കറിവേപ്പില, ഇതിൻ്റെ എല്ലാ തേയിലപ്പൊടിയും എല്ലാം വെന്ത് നല്ലപോലെ ഇറങ്ങി 1.5 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് വെള്ളമാക്കി എടുക്കണം, കുറുക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ കണ്ടില്ലേ, ഈ ഒരു ചുമപ്പ് കളറാണ് ഞാൻ കുറുക്കി ഇവിടെ എടുക്കുന്നുണ്ട്, നല്ലപോലെ കുറുക്കി കിട്ടുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ കുറുക്കി എടുക്കണം, എന്നാലേ നമ്മുടെ മുടിക്ക് നല്ലതാകത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ വെള്ളം ഉണ്ടല്ലോ അരിച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ മുടിയിലേക്ക് സ്പ്രേ ചെയ്യുവാണെങ്കിൽ, കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് മുടിയിലേക്ക് സ്പ്രേ ചെയ്യുവാണെങ്കിൽ മുടിക്ക് നല്ല ആർത്ത് വളരാൻ സഹായിക്കുന്ന, കാട് പോലെ വെട്ടിയാൽ വളർന്ന് വരുന്ന രീതിയിൽ മുടി കിളുത്ത് വരും കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. വെട്ടി മുടുക്കും, അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. മുടി നല്ലപോലെ വളരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിന് മുമ്പ് പിന്നെ കുറേ നല്ല വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്, അതുകൂടെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം ഞാൻ നല്ലപോലെ കുറുക്കി എടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിച്ചത് വെള്ളം നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ വെളിയിൽ വെക്കരുത്, അത് ചെള്ളായിട്ട് പോകും. ഇത് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് കണ്ടില്ല, ഈ വേസ്റ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം വേണ്ട വേസ്റ്റ് കളയാനായിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ കുറച്ചൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഇതും വെള്ളം മാത്രം എടുക്കാം. ബാക്കി ഇത് നമുക്ക് ബാക്കി ഒരു പാത്രം, ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പം ഞാൻ മുടിക്ക് നരച്ച മുടിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ ഇവിടെ എടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ ആദ്യം നമ്മുടെ ഇരുമ്പ് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇരുമ്പ് ചട്ടി എടുക്കുന്നതാണ് നല്ലത്. നല്ല തുരുമ്പ് പിടിച്ച ഇരുമ്പ് ചട്ടിയാണ് വേണ്ടത് കേട്ടോ. നിങ്ങൾ തുരുമ്പ് പിടിച്ച ആണികളൊന്നും ഇതിലിടാതിരിക്കുകയാണ് നല്ലത്. കാര്യം തുരുമ്പ് പിടിച്ച ആണികൾ ഇടുമ്പോൾ അത് എന്തെങ്കിലും മുറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. ഇതാകുമ്പോഴത്തേക്ക് ഇരുമ്പ് ചട്ടി ആകുമ്പോഴത്തേക്ക് അതങ്ങനെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിലേക്ക് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. തുരുമ്പുള്ള ഇരുമ്പ് ചട്ടി എടുക്കുക, ആണിയൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. തുരുമ്പുള്ളത് എടുത്താൽ മാത്രം മതി ഇതിനുള്ളിത്. അപ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇതൊന്ന് ഒഴിച്ച് 2 ടീസ്പൂണോളം ആ ഒരു നമ്മുടെ മിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസ് ആകാതെയാണ് നമുക്കിത് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഭൃംഗരാജിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മുടെ കയ്യോന്നി എല്ലാവർക്കും അറിയാമല്ലോ, മുടിക്ക് നല്ലതാണ്, നരമാറ്റം വളരെ നല്ലതാണ് കയ്യോന്നി. അപ്പോൾ കയ്യോന്നി ഫ്രഷ് ആയിട്ട് നമുക്ക് പറിക്കാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ അങ്ങാടിക്കടയിൽ പോയി കയ്യോന്നി പൊടി മേടിച്ചാൽ മതി, അവിടെ കിട്ടും. അപ്പോൾ അത് മാത്രം മതി നമുക്ക് നമ്മുടെ മുടീനെ കറുപ്പാക്കാനായിട്ട്. എൻ്റെ കുട്ടിയുടെയൊക്കെ തലയിൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോളേജുകളിലും അതുപോലെ ഹോസ്റ്റലുകളിലും ഓഫീസിലുകളും വർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അവർക്കൊക്കെ ഒത്തിരി മുടികൾ പെട്ടെന്ന് നരയ്ക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി കറുപ്പാകാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടിയുടെ തലയിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടിയായത് കാരണം ആ വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഒക്കെയാണ് മുടിയൊക്കെ നല്ല പോലെ അവിടെ ഇവിടെ ഒക്കെ നരച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി മുടിയുള്ളത് കാരണം ഇടയ്ക്കൊക്കെ നല്ല പോലെ നരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടിയെ വരുമ്പോഴെല്ലാം ഇതാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. അത് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കയ്യൊന്നിപ്പൊടി മേടിച്ച് കൊടുത്ത് വിടാം. പിന്നെ തേയിലയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും വിടാതെ തന്നെ തേയില വെള്ളത്തിൽ നിങ്ങൾക്ക് കുട്ടികൾക്കാണ് ഹോസ്റ്റലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ബാക്കി വന്ന വെള്ളത്തിനെ ഇതുപോലെ ഞാൻ എടുത്ത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് നമ്മളിനി ഇങ്ങനെ ഇത് മാസത്തിൽ 1 തവണ ചെയ്താൽ മതി. അടുപ്പിച്ച് ചെയ്യേണ്ട കാര്യമില്ല. മാസത്തിൽ 1 തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. ആദ്യ ആഴ്ചയിൽ 2 തവണ ചെയ്യുക, പിന്നെ മാസത്തിൽ 1 തവണ എന്ന രീതിയിലാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പ്രേ നമ്മൾ കുളിക്കുന്ന മുമ്പ്, ഇപ്പം നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു സ്പ്രേ ഇതുപോലെ ഈ സാധനങ്ങളെല്ലാം ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങൾ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തലയിലേക്ക് സ്പ്രേ ചെയ്തിട്ട് കുളിക്കുവാണെങ്കിലും വളരെ നല്ലതാണ് മുടിക്ക് കേട്ടോ. അത്രയ്ക്ക് നല്ല മുടിക്ക് നല്ല ഉള്ളൊക്കെ വരും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. അതുകൊണ്ട് അത് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇത് 2 മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒരു ഓവർനൈറ്റ് ഫുള്ള് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ബ്ലാക്ക് കളർ കണ്ടില്ലേ, ഈ ഒരു കളറാണ് നമ്മുടെ മുടിയിൽ പിടിക്കുന്നത്. പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് ഡൈ മേടിച്ച് തലയിൽ തേക്കുമ്പോൾ പെട്ടെന്ന് മുടി കറുത്ത് വരും, നരച്ച മുടി. അതുപോലെ ഇത് കറക്കത്തില്ല. ഇത് കുറച്ച് നാൾ യൂസ് ചെയ്യുവാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ എല്ലാം നാച്ചുറൽ ആയത് കാരണം ഇങ്ങനത്തെ എല്ലാം കറുക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നതാണ്. പെട്ടെന്ന് കറുക്കുവാണെങ്കിൽ നമ്മൾ
കെമിക്കലായിട്ടുള്ള ഡൈ തന്നെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കറുക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മുടികൾക്കൊക്കെ ഡാമേജ് വരാനും ചൊറിച്ചിൽ അലർജി വരാനൊക്കെ സാധ്യത കൂടുതലാണ്. ഒരു നരച്ച മുടിയുള്ളെങ്കിൽ ഫുള്ളും മുടികളും നരയ്ക്കും ഇങ്ങനെ നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ മേടിച്ച് പറ്റുമ്പോൾ. പക്ഷേ നിങ്ങൾ നാച്ചുറലായിട്ട് വീടുകളിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മുടി നല്ല ആർത്ത് വളരാനും ഉള്ള മുടീനെ അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. നല്ലപോലെ പൊഴിഞ്ഞു പോകത്തുമില്ല, പൊട്ടി പോകത്തില്ല, അതുപോലെ കൊഴിച്ചിലൊന്നും ഉണ്ടാകത്തില്ല, മുടിക്ക് ഒരു അലർജിയും വരത്തില്ല, നമ്മുടെ നാച്ചുറലായിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.